നമുക്കൊരു സ്പോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ പോയ പ്രദേശത്തെ മുഴുവൻ കാഴ്ചകളും കാണാൻ കഴിയുന്ന ഒരു ഭാഗ്യമുണ്ടെങ്കിൽ അത് നന്നായിരിക്കും അല്ലേ? മുഴുവൻ കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു ജില്ലയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും കാണാൻ പറ്റണം. അങ്ങനെയെങ്കിൽ പാലക്കാട് ജില്ലയുടെ സിംഹഭാഗവും കാണാൻ കഴിയുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ആദ്യ യാത്ര. കാഴ്ചാനുഭവം മാത്രമല്ല, പ്രേക്ഷകർ നെഞ്ചേറ്റിയ ഒരുപിടി സിനിമകൾ കൂടി ചിത്രീകരിച്ച അനങ്ങൻമല, അതാണ് ആ സ്പോട്ടിന്റെ പേര്. അനങ്ങൻമലയിലേക്കാണ് നമ്മുടെ യാത്ര. വനംവകുപ്പ് ഇക്കോ ടൂറിസം സെന്ററിൽ ട്രക്കിങ്ങും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിലും മറ്റു ഭാഷകളിലും നിരവധി സിനിമകൾ ചിത്രീകരിച്ച അനങ്ങൻമലയിലെ കാഴ്ചകൾ കാണാൻ നിഖിൽ പ്രമേശാണ് പോകുന്നത്. നമുക്കും കൂടെ പിടിക്കാം. ഹലോ പ്രേക്ഷകരെ, നമസ്കാരം. റൈഡിംഗ് റിപ്പോർട്ടർ അങ്ങനെ വീണ്ടും പാലക്കാട് എത്തിയിരിക്കുകയാണ്. റൈഡിംഗ് റിപ്പോർട്ടർ നിങ്ങൾക്കറിയാം, നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ, ഭംഗിയുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ്. പാലക്കാട് നിന്ന് ഒരുപാട് അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സിനിമാ ലൊക്കേഷനിലേക്ക് പ്രേക്ഷകരെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. അവിടെ എല്ലാത്തരം കാഴ്ചകളും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പോകാം നമുക്ക് അനങ്ങൻമലയിലേക്ക്. നിരവധി സിനിമകൾക്ക് പശ്ചാത്തലമായിട്ടുള്ള അനങ്ങൻമല ഇന്നൊരു ഇക്കോ ടൂറിസം കേന്ദ്രം കൂടിയാണ്. അപ്പോൾ അനങ്ങൻമല കാണാൻ വരുന്ന പ്രേക്ഷകർ ഓർത്തോളൂ, പാലക്കാട് ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ചെറുപ്പളശ്ശേരി റോഡിന് വരിക. ഒറ്റപ്പാലം റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ കിഴൂർ എന്ന പ്രദേശത്താണ് അനങ്ങൻമലയുള്ളത്. അനങ്ങൻമലയുടെ താഴ്വാരത്തെത്തിയാൽ ഇതെങ്ങനെ പടികൾ കയറി വേണം മുകളിലേക്ക് എത്താൻ. അതുതന്നെ നല്ലൊരു അനുഭവമാണ്. ശരിക്കും നമ്മൾ ഈ വൈകുന്നേരമൊക്കെ വരുമ്പം നമുക്കിങ്ങനെ എന്താ പറയുക, കുടുംബത്തോടൊക്കെ ഒപ്പം സംസാരിച്ച് പതുക്കെ ഇങ്ങനെ പടികളൊക്കെ കയറി ഇതിന് മുകളിലേക്ക് എത്തുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മളെ അവിടെ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം, ആ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാം. പഴയകാലത്ത് നമ്മുടെ അനങ്ങൻമല ഒരു സഞ്ചാരയോഗ്യമല്ലാത്തൊരു റോഡായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ 2011 ഒറ്റപ്പാലം MLA ഹംസാദിയെ വന്ന് സന്ദർശിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ടൂറിസത്തിന് പറ്റിയ ഒരു പ്രദേശമാണ് എന്ന് പറഞ്ഞ് ടൂറിസം മേഖലയ്ക്കുള്ള അനുമതി കൊടുക്കുകയും 2011 തന്നെ അന്നത്തെ വനംവകുപ്പ് മന്ത്രിയായിരുന്നുള്ള ബിനോയ് വിശ്വം ഇവിടെ വന്നൊക്കെ പരിശോധിച്ച് ഇതിൻ്റെ സാധ്യതകളൊക്കെ ആരാഞ്ഞ് നമുക്ക് നല്ലൊരു പ്രദേശം കൂടിയാണ് ഇത്. ഇവിടെ നമുക്ക് ടൂറിസം മേഖലയ്ക്ക് വളർച്ചയുള്ളൊരു പ്രദേശമാണ്. അതൊക്കെ കണ്ടുകൊണ്ടാണ് നമുക്കിവിടെ ടൂറിസത്തിനുള്ള ഒരു തുടക്കം കുറിച്ചത്. ഈ അനങ്ങൻമലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഈ ഐതിഹ്യപരമായിട്ടും അതുപോലെ തന്നെ ചരിത്രപരമായിട്ടുമൊക്കെ ഒട്ടനവധി പ്രാധാന്യമുള്ളതാണ് അനങ്ങൻമല. എനിക്ക് തോന്നുന്നു ഞാൻ 2010 ഈ അനങ്ങൻമലയെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ചെയ്യേണ്ടായി. ഈ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡോക്യുമെൻ്ററിയാണ് ഈ ഇത്തരത്തിലൊരു എക്കോ ടൂറിസമായി രൂപാന്തരപ്പെട്ടത് എന്നുള്ളതിൽ വളരെ അധികം അഭിമാനിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ നമ്മളിപ്പോൾ ഊട്ടി പോകുന്നു അല്ലെങ്കിൽ കൊടൈക്കനാലിൽ പോകുന്നു, പക്ഷേ ഇവിടുത്തെ ആ ഒരു വശ്യ സൗന്ദര്യം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. കാരണം ഈ മലകളുണ്ട്, അതോടൊപ്പം തന്നെ ഈ പാടങ്ങളുണ്ട്, നമുക്കിതിൻ്റെയൊക്കെ മുകളിൽ കയറിയാൽ ഒരു വല്ലാത്തൊരു ഫീലാണുള്ളത്.
ഞാൻ നിൽക്കുന്ന ഇവിടെ വരെയാണ് വനംവകുപ്പിന്റെ എക്കോ ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം. ഇതിന് മുകളിലേക്ക് ഏതാണ്ട് 3 കിലോമീറ്റർ ട്രക്കിംഗ് ആണുള്ളത്. 3 മണി വരെ മാത്രമേ അതിനുള്ള അനുമതി ലഭിക്കൂ. ഈ 3 കിലോമീറ്റർ നടന്ന് താണ്ടി മുകളിലെത്തിയാൽ ഏതാണ്ട് ഈ വള്ളുവനാടിൻ്റെ ഗ്രാമഭംഗി പൂർണ്ണമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഭാരതപ്പുഴയുടെ തീരം വരെ കാണാനാകുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇനി അപ്പുറം ഭാഗത്തേക്കാണെങ്കിൽ ഈ സൈലന്റ് വാലി മലനിരകളൊക്കെ വളരെ ഭംഗിയായി കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഈ മുകളിലെത്തിയാൽ കാണാൻ പറ്റുമെന്നാണ് അറിയുന്നത്. നമുക്ക് ഈ ആകാശ കാഴ്ചകളുടെ സഹായത്തോടു കൂടി മുകളിലേക്ക് സഞ്ചരിക്കാം. മഴക്കാലമാകുമ്പോൾ നല്ല രസമാണ്, പക്ഷേ ഇങ്ങോട്ട് കയറൽ കുറച്ച് റിസ്ക് ആയിരിക്കും. മഴക്കാലത്ത് ഇവിടെ താഴെ നല്ല വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് നല്ല രസമാണ്. അതൊരു വേറൊരു ആംബിയൻസ് ആണ്. ഓരോ സീസണിൽ വരുമ്പോൾ ഓരോ മുഖമാണ് അനങ്ങന്മലയ്ക്ക്. രസമാണ് ഇവിടെ വന്നിരിക്കുക. അതേപോലെ കുട്ടികൾക്കായി കഴിഞ്ഞാലും ഫാമിലി ആയിട്ട് വരാനും എല്ലാം പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ പ്രേക്ഷകരെ, വൈകുന്നേരം ഒന്ന് ആസ്വദിച്ചിങ്ങനെ ഇരിക്കുക, നല്ല കാറ്റൊക്കെ കൊണ്ട് കുട്ടികളോടൊക്കെ ഒപ്പം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നേരെ അനങ്ങന്മലയിലേക്ക് വെച്ച് പിടിക്കാം. ഇനിയും ഒരുപാട് ടൂറിസം സാധ്യതകൾ ഇവിടെയുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ഭരണാധികാരികളൊക്കെ തയ്യാറാവുകയും ചെയ്യട്ടെ. എന്തായാലും ഒരു മികച്ച സ്പോട്ട് തന്നെയാണ്, സഞ്ചാരികൾക്കൊക്കെ തിരഞ്ഞെടുക്കാവുന്ന ഒരു മികച്ച സ്പോട്ട് തന്നെയാണ് അനങ്ങന്മല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.